ഒരുപാട് സ്നേഹത്തോടെ ഒരാൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ അതിന് നമ്മുടെ വയറ് മാത്രമല്ല മനസ്സും നിറയ്ക്കാൻ പറ്റുന്നല്ലേ. ഇതിപ്പോൾ ആരെക്കുറിച്ചായി പറഞ്ഞു വരുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അത്രയും കരുതൽ കാണിക്കാൻ തൽക്കാലം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ കഥയിലും ക്യാരക്ടർ നമ്മുടെ പോരാളി തന്നെയാണ്. കരുതൽ എന്ന് പറയുമ്പോൾ മൂപ്പരുടെ ഇന്നത്തെ സ്നേഹം മൊത്തം ദേ ഈ ഉണ്ടാക്കുന്ന ഡിഷിലുണ്ട്. അല്ല, ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഉമ്മയുടെ കരുതലിൻ്റെ കഥയാണോ അതോ ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ കാര്യമാണോ? ആകെ കൺഫ്യൂഷൻ ആയോ? ചെറുതായിട്ട് എവിടെയോ തോന്നായികയില്ലല്ലേ. സംഭവം സത്യം പറഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പയാണ് ഇവിടുത്തെ ടോപ്പിക്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പ്രൊപ്പറേറ്ററെ കൂടി അങ്ങ് ഹൈലൈറ്റ് ചെയ്തേക്കാം. അതല്ലേ അതിൻ്റെ ഒരു ഇത് ഉമ്മയ്ക്ക് അങ്ങോട്ട് സന്തോഷമാവട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പാൽക്കപ്പ. ഇതും കൂടെ കൂട്ടി രണ്ടാമത്തെ തവണയാണ് ഞാൻ പാൽക്കപ്പ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും രണ്ടാമത്തത് ഇതേ ഇപ്പം എൻ്റെ ഉമ്മയുടെ കയ്യിൽ നിന്നും. ഉള്ളത് പറഞ്ഞാൽ ഈ 2 തവണ കഴിച്ചതിൽ നിന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറും ഒരു ഹൈലൈറ്റ് അല്ല. പിന്നെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അതിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? എനിക്ക് തോന്നുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കരുതലിൻ്റെ തിയറി മേ ബി ഇവിടെ ആയിരിക്കും ആപ്ലിക്കബിൾ ആയത്.